നീ എവിടെയാ? ഞാൻ നാണം കെട്ടുപോയി അമ്മേ. അമ്മാവന്റെ മുന്നില് ഞാനൊരു റൗഡിയെ പോലെയായി. നമ്മൾ പ്ലാൻ ചെയ്ത ഒന്ന്, പക്ഷെ നടന്നത് മറ്റൊന്ന്. ഞാൻ വെറുതെ വിടില്ല അമ്മേ. നമ്മൾ ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. എടാ, നീ എന്ത് ചെയ്യാൻ പോകുന്നു? അതെ മോനെ, ഇത് വെറുതെ വിടാൻ പാടില്ല. നടക്കാൻ പാടില്ലാത്തതാ നടന്നത്. ഇനി വളരെ സൂക്ഷിക്കണം. ഇനി ഒരിക്കൽ കൂടി നീ പിടിക്കപ്പെട്ട ആ വീട്ടിൽ നിന്ന് തന്നെ നീ പുറത്താകും. സൂക്ഷിച്ചോ. ശരി അമ്മേ. ഇത് കൊള്ളാല്ലേ? ആ കൊള്ളാം. രാജു, ഇതൊന്നിട്ട് നോക്കിയേ. എന്റെ മകനും രാജുവും ഒരേ സൈസാ. ഇത് രാജുവിന് കറക്റ്റ് ആണെങ്കിൽ എന്റെ മകനും കറക്റ്റ് ആയിരിക്കും. ഒന്നിട്ട് നോക്കിയേ. അയ്യോ, ഞാനോ? അത് ശരിയാവില്ല സാറേ. അത് സാരമില്ല. ഇനി മകൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഇട്ടു നോക്കിയൊക്കെ വാങ്ങുമ്പോൾ സമയം ഒരുപാട് വൈകും. ഇനി അഥവാ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി വെച്ചാൽ അത് സമയത്ത് ലൂസോ ടൈറ്റോ ആണെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. രാജു, ഒന്ന് ഇട്ടു നോക്ക്. സർ, രാജു, ഞാൻ ഇട്ടുതരാം. ആദ്യം ഈ മോതിരം ഒരിക്കേ. ഇത് വിരലി നൂരി, എന്നിട്ടിപ്പോ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഇല്ല. രാജു, ദാ. എന്തു പറ്റി രാജു? ഊരാൻ പറ്റുന്നില്ല മാഡം. സർ, ഇത് അപ്പൊ എന്റെ മോതിരോ? അത് ഞാൻ പിന്നെ ഇട്ടോളാം. രാജു, കൈ നീട്ടിക്കേ, ഞാൻ നോക്കട്ടെ. ഇനി ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോതിരം കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. രാജു, അത് ഇടാനുള്ള ഭാഗ്യം നിനക്കാണെന്ന് കരുതിയാൽ മതി. അല്ല സർ, അത് പിന്നെ അത് ഞാൻ തന്നൊരു ഗിഫ്റ്റായിട്ട് കൂട്ടിക്കൊള്ളൂ. അത് ഊരണ്ട, നിന്റെ കൈ തന്നെ കിടന്നോട്ടെ. ഇത്രയും വിലപിടിപ്പുള്ള മോതിരം എനിക്കെന്തിനാ സർ? ഞാൻ ഇതുവരെ രാജുവിനൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. മാത്രമല്ല, നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് നീ ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അത് താനെടുത്തോ. അതെ രാജു, ഇനി അത് ഊരണ്ട. മാഡം, അപ്പൊ എന്റെ മോതിരോ? നീ ആദ്യം വീട്ടിൽ പോ. ശരി സർ. അപ്പൊ ഈ 3 മോതിരങ്ങൾക്കും ബില്ല് റെഡിയാക്കാൻ പറയും. അമ്മേ, എല്ലാം റെഡിയാണമ്മേ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എല്ലാവരും പോവാൻ തുടങ്ങുകയാണ്. ലിഫ്റ്റിനുള്ളിൽ അവര് രണ്ടുപേരും മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ ഉറപ്പു തരാം. ശരി അമ്മേ.
ചേട്ടാ ചേട്ടോ ചേട്ടോ ചേട്ടാ നാളെ നേരം വെളുത്താലേ ഇവന്റെ ബോധം തെളിയോ? രാജു ആ. ഷോപ്പിംഗ് മാളിലെ ബില്ലെല്ലാം ക്ലിയർ ചെയ്തോ? ആ സാർ, എല്ലാം ക്ലിയർ ചെയ്തു. സ്ത്രീകളെയും ഹസ്ബൻഡും അവരിപ്പോ പോയതേ ഉള്ളൂ. എടാ, പ്രതാപനും ഋതികയും അവനും കൂടി ഒരുമിച്ച് ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ആ ഓക്കെ അമ്മേ. സാർ, യെസ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വാ ഇങ്ങോട്ട്. നീയോ? നിനക്കെന്താ വട്ടായോ? നീ എന്തിനാ എന്റെ കോളറി പിടിച്ച് വലിച്ചത്? നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ മോതിരം കൈ നൂരിയത്? ഊഫ്, നിന്നെ ഞാൻ അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ തല്ലിയിട്ട് വേണം നീ വീട്ടിൽ ചെന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. സാർ എന്ത് വിചാരിച്ചാണോ എന്തോ. രാജു, ചേച്ചി, ഒന്ന് തുറക്കൂ. രാജു, ഇതൊന്ന് തുറക്കാൻ പറയൂ. രാജു, അച്ഛാ, അച്ഛാ, ഏയ് രാജു. യാമിനി, എല്ലാ ബാഗും എടുത്തല്ലോ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. രാജു, ചേച്ചി, അമ്മ ചേച്ചി, ഇതൊന്ന് തുറക്കാൻ പറയൂ. എന്താ അവിടെ? ഒന്ന് തുറക്കൂ. വാ. അയ്യോ, അച്ഛാ, എന്തു പറ്റി പ്രതാപ? ഇതൊന്ന് പ്രതാപേട്ടാ, പറയൂ. ഋതു, അയ്യോ, ഇതൊന്ന് വേഗം തുറക്കാൻ പറയൂ. എന്താ രാജു, ലിഫ്റ്റിനുള്ളിൽ പ്രതാപൻ. സാർ, വേഗം നോക്ക് രാജു. രാജു, സാർ, എന്താ സംഭവിക്കുന്നത്? സാർ, ഇതൊന്ന് വേഗം തുറക്കാൻ പറയൂ. രാജു, സാർ, പ്രതാപ, ഞാനിവിടെ ഉണ്ട് സാർ. നീ പേടിക്കണ്ട പ്രതാപ. തൊടരുത് എന്നെ. രാജു, നീ വേഗം ആരെങ്കിലും വിളിക്ക്. രാജു, സാർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കിട്ട് വരാം. രാജു, എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും വേഗം തുറക്കാൻ പറയും. ആ, അതെ, ഇവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് റൂം ഏതാ? താഴത്തെ ഫ്ലോറിലാണ് സർ. ആ, ദേ, ഇതൊന്ന് നോക്കണേ. ശരി സർ. രാജു, എനിക്ക് ശ്വാസം മുട്ടുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടം. ഒന്ന് പെട്ടെന്ന് തുറക്കോ. ചേട്ടാ, 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 എണീക്കട്ടാ. ചേട്ടാ, ചേട്ടാ, ശ്ശേ. ചേട്ടാ, സെക്യൂരിറ്റി, എഴുന്നേക്കണോ? സർ, ഇയാള് ഫുൾ തണ്ണിയാണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അയ്യോ പെട്ടു. ഇനിയിപ്പോ ആരെയും വിളിക്കാം? സാർ, എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഒന്ന് പെട്ടെന്ന്. ലിഫ്റ്റിനുള്ളിൽ മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ മകളും കുടുങ്ങിയിരിക്കുക. അയ്യോ. സർ, മെക്കാനിക്കിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ച് പറയാം. എനിക്ക് ശ്വാസം മുട്ടുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, യാമിനി, പ്രതാപ, നിനക്കൊന്നും സംഭവിക്കില്ല. രാജു, ചേച്ചി, അമ്പി ചേച്ചി. രാജു നോക്കാൻ പോയിട്ടുണ്ട്. അച്ഛാ, ഒരല്പസമയം കൂടി. ഇവിടെ ഓക്സിജൻ ഉണ്ട് അച്ഛാ. ഇത് അച്ഛന്റെ തോന്നല. ഏയ്, അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ പേടിക്കാതെ. തൊടരുത്. രാജു, രാജു, രാജു. അയ്യോ, എന്റെ സഹോദരന് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? അയ്യോ, അച്ഛാ, തൊടരുത്. ഒന്നും സംഭവിക്കില്ല അച്ഛാ. അയ്യോ, അച്ഛാ, അച്ഛാ, എന്ത് പറ്റി അച്ഛാ? അച്ഛാ, അച്ഛാ, അയ്യോ, അച്ഛാ, അച്ഛനെ നോക്കച്ഛാ. അയ്യോ, അച്ഛാ, അച്ഛാ, കണ്ണു തുറക്കച്ഛാ. മോളെ, അച്ഛാ, പേടിക്കല്ലേ? രാജു, ചേച്ചി, അച്ഛാ, അച്ഛാ, അയ്യോ, അച്ഛാ, അയ്യോ, അച്ഛാ, രാജു, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ, അച്ഛാ,
അച്ഛ അയ്യോ അച്ഛ രാജു അച്ഛ പേടിക്കണ്ട അച്ഛ അച്ഛ അയ്യോ അച്ഛ അച്ഛ എന്താ അച്ഛ പ്രതാപ നീ പേടിക്കല്ലേ. അച്ഛ 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 സമാധാനായിട്ടിരിക്കെ. രാജു ഇത് എവിടെ പോയി മോളെ? രാജു അച്ഛന് തീരെ വയ്യ അച്ഛ അവനിപ്പൊ ശരിയാക്കും. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ് രാജു അച്ഛ 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 അയ്യോ അച്ഛ അച്ഛനെ നോക്കച്ഛ അയ്യോ അച്ഛ അച്ഛ രാജു അയ്യോ അച്ഛ 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 അയ്യോ പേടിക്കല്ലേ. അവനിപ്പൊ ശരിയാക്കും. പ്രതാപ മതി. അയ്യോ സർ, രാജു സർ, ഞാൻ മെക്കാനിക്കിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. സാർ പേടിക്കണ്ട. അച്ഛ 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 അയ്യോ എന്താ അച്ഛ 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 ലിഫ്റ്റ് ഓണായി അച്ഛ അച്ഛ കണ്ണൂർക്ക് അച്ഛ 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 ഒന്നുമില്ല അച്ഛ 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 ഒന്നുമില്ല അച്ഛ പ്രതാപ ചെറിയമേ രാജു രാജു മാറിക്ക്. പതുക്കെ. അച്ഛ ഒന്നുമില്ല പ്രതാപ. രാജു വേഗം. ശ്ശേ. സർ, പ്രതാപ ഇവിടെ ഇരിക്ക് സർ. ഇരിക്കെ പതുക്കെ. അയ്യോ രാജു വേഗം കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. പ്രതാപ വേഗം കൊണ്ടുപോക. കുടിക്കേ. എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? സത്യമായിട്ടും ദൈവമുണ്ട് ചേച്ചി. സാറിനെയും മാഡത്തിനെയും ഒന്നും സംഭവിക്കാതെ ദൈവം മടക്കിക്കൊണ്ടു വന്നല്ലോ. സർ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല രാജു, നമുക്ക് വീട്ടിലേക്ക് പോവാം. പതുക്കെ. വരൂ സർ. സർ, പതുക്കെ. നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മാറിയോ ദീപക്കെ? ചെറിയൊരു ആശ്വാസം കിട്ടിയമ്മേ. അമ്മാവനെ കൈ നീട്ടി അടിച്ചതല്ലേ, ഇത്രയെങ്കിലും കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോ ചെറിയൊരു ആശ്വാസം. തീർന്നിട്ടില്ല. എന്റെ ദേഹം നോവിച്ച രാജുവിനുള്ളതും ഞാൻ പിന്നാലെ കൊടുത്തോളാം. പിന്നെ അവള്, രാജുവിന്റെ അയൽവാസി പെണ്ണ്, അവളെ എന്റെ കൈ കിട്ടും. സർ. രാജു ഹലോ, ഈ പച്ച സർ. വർമ്മ സാറല്ല, രാജുവാ. സാർ അല്പം തിരക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. പ്രതാപ കുറച്ച് വെള്ളം കുടിക്കേ. ദിവ്യേ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. ചേച്ചി, എനിക്ക് വെള്ളമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു എങ്ങനെയാ പ്രതാപ? നീ വെള്ളം കുടിക്കേ, ഡോക്ടർ ഇപ്പൊ വരും. ആ ഡോക്ടർ വന്നല്ലോ. വരൂ, ഇരിക്കേ. എന്താ വർമ്മ സാറേ, എന്താ ഉണ്ടായേ? ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോ പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. ആ
വർമ്മ സാർ പോയപ്പോ കുട്ടി എന്താ ചെയ്തേ? അച്ഛൻ പെട്ടെന്ന് കൊഴിഞ്ഞു വീണപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. അച്ഛൻ പൂർണ്ണമായും അബോധാവസ്ഥയില് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടച്ച് തുറക്കുന്നുണ്ടായിരുന്നു. ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും ശബ്ദത്തില് ഉറക്കെ അച്ഛനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന്റെ കവിളിൽ തട്ടിക്കൊണ്ടിരുന്നു. ലിഫ്റ്റ് ശരിയാകുന്നത് വരെ അച്ഛൻ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് പോരുതെന്ന് മാത്രം ഞാൻ അപ്പൊ ചിന്തിച്ചത്. ഗുഡ് ജോബ്. ഇതൊരു തരം ക്ലാസ്ട്രോഫോബിയ കൊണ്ടുണ്ടായ ഒരു ഷോക്കാണ്. ചിലര് ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും. ക്രമാതീതമായ ഭയമാണ് അവരെ അബോധാവസ്ഥയിലേക്ക് നയിക്കുന്നത്. ആ സമയത്ത് ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും. എന്തായാലും അങ്ങനെ ഉണ്ടാവുമ്പോൾ ലഭിക്കേണ്ട ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ് ആണ് നമുക്ക് ലങ്സ് ഒക്കെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ചിലപ്പോ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. കൃത്യസമയത്തുള്ള ഋതിക മാഡത്തിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയത്. രാജു, സാറിന് അത്യാവശ്യം വേണ്ട ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കുറിച്ച് തന്നേക്കാം. ആ ശരി ഡോക്ടർ. ശരി സാർ. ശരി. പ്രതാപ, എല്ലാം നിന്റെ ടെൻഷന്റെയാ. പേടിക്കണ്ട, നിനക്കൊന്നും വരില്ല. നിനക്ക് വേണ്ടി എന്നും മനമുരുക്കി പ്രാർത്ഥിക്കുന്ന ചേച്ചിയുടെ മനസ്സ് ഒരു നിമിഷത്തേക്ക് എത്രമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയൂ? സർവ്വദൈവങ്ങളോടുള്ള എന്റെ പ്രാർത്ഥനയുടെ ബലത്തിലാ ഞാൻ ലിഫ്റ്റിന്റെ പുറത്ത് നിന്നത്. ടെൻഷന്റെ മാത്രമല്ല, നിനക്ക് നല്ല കണ്ണീറിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പോയി ആരതി എടുത്തോണ്ട് വരാം. ഒന്നൊഴിഞ്ഞിട്ടാ തന്നെ പകുതി ആശ്വാസം കിട്ടും. ചെല്ലരുത് മോളെ, ചെന്ന് അച്ഛന് ആരതി ഒഴിഞ്ഞു കൊടുക്ക്. അല്ല ഋതു, ലിഫ്റ്റ് സ്ട്രക്കായപ്പോ മോള് പേടിച്ചില്ലേ? അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അച്ഛന് പെട്ടെന്ന് വയ്യാതായപ്പോ ഞാൻ അച്ഛനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. പ്രതാപ, നീ മുറിയിലേക്ക് ചെല്ല്. ഡോക്ടർ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് ഉറങ്ങ്. രാജു, മുറിയിലേക്ക് കൊണ്ടുപോ. ശരി മാഡം. സർ വരൂ സർ. മോള് ചെന്ന് റെസ്റ്റ് എടുത്തോ. മോൾക്ക് ചെറിയമ്മ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. അച്ഛന്റെ മകളുടെ ഇടയിൽ ഞാൻ പടുത്തുയർത്തിയ പർവ്വത ഇളകിക്കൊണ്ടിരിക്കുന്നത്. പാടില്ല. ഇരുവർക്കുമിടയിലുള്ള അകലമില്ലാതായാൽ പിന്നെ ഈ അംബിക ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലമ്മേ. തകർക്കണം. അമ്മാവന് അവളോട് തോന്നുന്ന സിമ്പതി പേരോടെ പിഴുതു കളയണം. അല്ലെങ്കിൽ ആ സിമ്പതി വളർന്ന് വളർന്ന് അമ്മാവന്റെ മനസ്സിൽ മകളോടുള്ള പിതൃസ്നേഹം ഉണരും. അങ്ങനെ സംഭവിച്ച
അമ്മാവന്റെ സിംഹാസനവും ആസ്തികളും എല്ലാം അവളുടേതാവും. ഇത്രയൊക്കെ നിനക്ക് അറിയാമായിരുന്നിട്ടാണോ ദീപക് നിന്റെ നീക്കങ്ങളിൽ പിഴവ് സംഭവിക്കുന്നത്? അമ്മേ, ഇപ്പൊ സാഹചര്യങ്ങൾ അവൾക്ക് അനുകൂലമായി വീശിയാണ്. ആ കാറ്റ് എനിക്ക് അനുകൂലമായും വീശും, അതെനിക്കുറപ്പാ. നിന്റെ അമ്മാവന്റെ കണ്ണിലിപ്പോ നീ ഒരു ചെറിയ കരടായിരിക്കാം. അത് പാടില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി നിന്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ദീപക്. എന്തിന്? ഞാൻ പറഞ്ഞത് ആദ്യം നീ അനുസരിക്കേ. ചെറിയൊരു ഷോ നടത്തേണ്ട സമയമായി. നീ ചെല്ല്. ശരി അമ്മേ. ഉം